മുഹൂർത്തത്തിൽ 2025-26 വാർഷിക റിപ്പോർട്ട് ഞങ്ങൾ സവിനയം സമർപ്പിക്കട്ടെ. പുരോഗതിയുടെ പാത പിന്തുടരുമ്പോൾ ഇന്നോളം എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും ഞങ്ങൾക്ക് നൽകിയ ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിൻ്റെയും നവജ്യോതി പ്രോവിൻസിൻ്റെയും കാലാകാലങ്ങളിലെ അധികാരികൾക്കും അംഗങ്ങൾക്കും വിദ്യാഭ്യാസ വകുപ്പിലെ അധികാരികൾക്കും കടന്നുപോയ നാൾവഴികളിൽ പ്രശസ്ത സേവനം കാഴ്ചവെച്ച എല്ലാ പ്രധാന അധ്യാപകന്മാർക്കും മുൻ സ്റ്റാഫ് അംഗങ്ങൾക്കും രക്ഷാകർത്താക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ കൃതജ്ഞതാഞ്ജലികൾ. 1987 മുതൽ 1993 കാലഘട്ടത്തിൽ വിദ്യാലയത്തിന്റെ ഹെഡ് മിസ്റ്റേഴ്സ് പദവി വഹിച്ച റവറൻഡ് സിസ്റ്റർ ഗ്രേഷ്യസ് ലിബൻ ദൈവപിതാവിന്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുകയാണ്. തന്റെ കർമ്മമണ്ഡലം ദൈവസന്നിധിയിലാണെന്ന് മനസ്സിലാക്കുകയും ഒപ്പം ഹോളി ഫാമിലിയുടെ ഉയർത്തുവാൻ പ്രയത്നിച്ച സിസ്റ്ററിന് ഒരു നിമിഷം ആദരാഞ്ജലികൾ നേരുന്നു. 4 അധ്യാപകരാണ്
ഈ വർഷം വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്നത്. ഫിസിക്കൽ സയൻസ് അധ്യാപികയായ ശ്രീമതി ജോജി ജോസഫ് നീണ്ട 32 വർഷത്തെ തന്റെ അധ്യാപന വൃത്തിയിൽ 12 വർഷവും ഈ വിദ്യാലയത്തിൽ തന്നെയായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത്. വിദ്യാർത്ഥികളുടെ അക്കാദമിക വളർച്ചയ്ക്കും പുറമെ അമ്മയെന്നുള്ള സ്നേഹവാത്സല്യം നിറഞ്ഞ ടീച്ചറിന്റെ സമീപനം വിദ്യാർത്ഥികൾക്കെന്നും ശുഭപ്രതീക്ഷയുടെ തലോടലാണ്. ഒരുപാട് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചും പഠിപ്പിച്ചും തന്റെ കർത്തവ്യം ദൈവസന്നിധിയിൽ എന്ന പോലെ വിദ്യാലയ അധികൃതർക്കൊപ്പം നീണ്ട 20 വർഷത്തെ സേവനം അനുഷ്ഠിച്ച ശ്രീമതി മിനി CS വിരമിക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുക അസാധ്യമാണ്. 2009 മുതൽ ഹോളി ഫാമിലിയുടെ ശ്രുതിയായും വിദ്യാർത്ഥികളെ രാഗമായും പ്രശോഭിച്ചിരുന്ന മ്യൂസിക് വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന മിനി ടീച്ചർ വിരമിക്കുന്നു എന്ന സത്യം പരമാർത്ഥയിലെത്തുന്ന നിമിഷമാണിത്. LP വിഭാഗം അധ്യാപികയായ ശ്രീമതി ലൂസി ആന്റണി ടീച്ചർ കർമ്മബോധത്തോടെ സേവനാധിഷ്ഠിതമായ 37 വർഷത്തെ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും കാഴ്ചവെച്ചിട്ടുള്ളത്. കർമ്മമണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളെ ലഘൂകരിക്കാനും തന്റെ പ്രവർത്തനങ്ങളെ വർണ്ണശലഭോദ്യാനങ്ങളാക്കുന്നതിനുമുള്ള ടീച്ചറുടെ ശ്രദ്ധ 1999 മുതൽ ഹോളി ഫാമിലിയെ അവിസ്മരണീയമാക്കിയിട്ടുള്ളതാണ്. 36 വർഷം LP വിഭാഗം അധ്യാപികയായ ശ്രീമതി ആനി കേസ് ടീച്ചർ കുഞ്ഞമ്മനകളുടെ മനം കവരുന്ന മറ്റൊരു കർമ്മനിരതയായ അമ്മയാണ്. 2000 മുതൽ ഹോളി ഫാമിലിയിലെ കുഞ്ഞുമക്കൾക്കൊപ്പം പാടിയും ആടിയും സ്വഭാവ രൂപവൽക്കരണം അവരിൽ നടത്താൻ ടീച്ചർ കാണിക്കുന്ന ആത്മാർത്ഥത തുടർന്നും ഹോളി ഫാമിലി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഈ 4 സംഘം ഹോളി ഫാമിലിയുടെ വിജയപതാക ഉയർത്തുവാൻ അക്ഷീണം പരിശ്രമിച്ചവരാണ്. ഇവരുടെ വിരമിക്കൽ ഹോളി ഫാമിലിക്ക് നികത്താനാവാത്ത വിടവ് തന്നെയാണ്. ഔദ്യോഗികമായി വിരമിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. വാർഷിക ആഘോഷം നടത്തപ്പെടുന്ന ഇന്നേ വേളയിൽ ഹോളി ഫാമിലിയുടെ മേൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ എത്ര പറഞ്ഞാലും തീരാത്തതാണ്. വിശുദ്ധയായ മറിയം ത്രേസ്യയിലൂടെ ഞങ്ങളുടെ സഭാസ്ഥാപകയിലൂടെ സ്വപ്നം കണ്ട ആ ആശയം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക, ഭൗതിക അറിവിനൊപ്പം ദൈവ അറിവും പകർന്നു കൊടുത്തുകൊണ്ട് സ്ത്രീത്വത്തെ പ്രബുദ്ധീകരിക്കുക, പ്രബുദ്ധമാക്കുക എന്നുള്ള ആശയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യഥാർത്ഥ കുടുംബങ്ങളെ സൃഷ്ടിക്കുവാൻ കണ്ടുകൊണ്ട ആ തപസ്വിനിയുടെ ജീവിതം ഞങ്ങൾക്ക് എന്നും മാതൃകയാണ്. ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 87ാം വാർഷികവും അധ്യാപന രംഗത്ത് നിന്ന് ഔദ്യോഗികമായി വിട പറയുന്ന ശ്രീമതി ജോജി ജോസഫ്, ശ്രീമതി ആനി KC, ശ്രീമതി ലൂസി ആന്റണി, ശ്രീമതി മിനി CS എന്നിവരുടെ യാത്രയയപ്പും സമഞ്ജസമായി കൊണ്ടാടുന്ന ഒരു മഹനീയ മുഹൂർത്തത്തിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത്. 87 വർഷം പിന്നിട്ട് നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രൗഢിയും നേട്ടങ്ങളും വർഷങ്ങൾ പിന്നിടുന്തോറും ഏറിയേറി വരുന്നതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട്. ഇൻവിറ്റേഷനിൽ കണ്ട രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു, നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതാണ് ഈ വിദ്യാലയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. തിരുക്കുടുംബത്തിന്റെ നാമധേയത്തിലുള്ള ഈ വിദ്യാലയം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഉണർന്ന് പ്രശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ ഇവിടെ പ്രകാശമായി ഉദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ ഓരോ നേട്ടങ്ങളും പാഠ്യേതര വിഷയങ്ങളിൽ കാണുന്ന ഓരോ മികവുകളും എടുത്തു നോക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഇവിടെ എണ്ണമറ്റ വിധം വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അധ്യാപകരും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും ഒന്നുപോലെ ഇവിടെ പ്രകാശം വിതറുന്നവരാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ ലയോ 14ാമൻ പാപ്പ ഈയിടെ നടത്തിയ ഒരു പ്രസംഗത്തിൽ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാന്റെ പ്രശസ്തമായ ലീഡ് കൈൻഡ്ലി ലൈറ്റ് എന്ന കവിതയെ സൂചിപ്പിച്ചതായി വായിക്കുകയുണ്ടായി.
നിത്യമാം പ്രകാശമേ നയിക്കുകെന്നെ നീ. ചുറ്റിലും ഇരുൾ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണ് പോൽ എൻ ഗ്രഹത്തിൽ നിന്നും ഞാൻ ഏറെ ദൂരെയാണ്, നീ നയിക്കുക. തീർച്ചയായിട്ടും ഹോളി ഫാമിലി സ്കൂൾ എന്ന് പറയുന്നത് ഈ ചെമ്പുക്കാവ് പ്രദേശത്തിൻ്റെ തന്നെ ഒരു സ്പിരിച്വൽ കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഉള്ള ഒരു കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 87 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഹോളി ഫാമിലി സ്കൂൾ എന്ന് പറയുന്നത്, എൻ്റെ അമ്മ ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടുത്തെ ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണെന്ന്. അമ്മയ്ക്ക് വയസ്സായിട്ടുണ്ട്, പക്ഷേ അമ്മ പറഞ്ഞു, എനിക്ക് എന്തായാലും സന്തോഷമുണ്ട് സുബി, നിനക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചല്ലോ, വേറെ ഒന്നല്ല, അതൊരു നിയോഗമായിരിക്കാം. ഞങ്ങളുടെ ഹോളി ഫാമിലി സ്കൂൾ ഇപ്പോഴും ആ ഹോളി ഫാമിലി സ്കൂളിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ, സിസ്റ്റർമാരുമായിട്ടുണ്ടായിരുന്ന അനുഭവങ്ങൾ ഒക്കെ പറയുമ്പോൾ എത്രത്തോളം ആവേശത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലുമാണ് പങ്കുവയ്ക്കാറുള്ളത് ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത്രയും പൈതൃകവും പാരമ്പര്യവുമുള്ള ധാരാളം സ്റ്റുഡൻസിൻ്റെ, ധാരാളം വ്യക്തിത്വ രൂപീകരണത്തിന് നിദാനമായിട്ടുള്ള ഈ സ്കൂളിൽ പഠിച്ചിറങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഇത് ചെമ്പുക്കാവ് ഡിവിഷൻ്റെ ഭാഗമായിരുന്നു. ഞാനിപ്പോൾ ഗാന്ധിനഗർ ഡിവിഷൻ്റെ കൗൺസിലറാണ്. ഗാന്ധിനഗർ ഡിവിഷൻ്റെ ഭാഗത്തേക്ക് ഈ ഹോളി ആദ്യമായി തന്നെ നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ആനുവൽ റിപ്പോർട്ട് ഇപ്പോൾ കണ്ടതാണ് അല്ലേ, എത്രയോ മനോഹരമായിട്ട് എന്തുമാത്രം കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് കൈയടിച്ച് അവർക്ക് വേണ്ടിയിട്ട്. ബാൻഡ് സെറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങളാണ് കണ്ടത് ബാൻഡ് സെറ്റ് അവിടെ നിന്ന് കാണിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് കുട്ടികൾ അവിടെ നിന്ന് ബാൻഡ് സെറ്റ് വായിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അത്ര മനോഹരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇപ്പൊ നമ്പർ 1 ബാൻഡ് സെറ്റ് തന്നെയാണ് നമ്മുടെ ഹോളി ഫാമിലി. ഇവരെ കോമ്പറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല, കാരണം അത്ര മനോഹരമായിട്ട് അവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവരുടെ മനോഹരമായിട്ടുള്ള നൃത്തം, മനോഹരമായിട്ടുള്ള ഒരു ഡാൻസ് നമ്മൾ കണ്ടു. കുട്ടികൾ എത്ര മനോഹരമായിട്ടുള്ള പ്രസന്റ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങള്. ഞാൻ എപ്പോഴും ആരോട് ചോദിച്ചാലും ഒരു കുട്ടികൾക്ക് അഡ്മിഷൻ ചോദിച്ചാൽ ഫസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യാൻ ഹോളി ഫാമിലി സ്കൂളാണ്. കാരണം എനിക്കറിയാം, കാരണം അത്ര ചിട്ടയായിട്ടാണ്, അത്ര കമ്മിറ്റഡ് ആയിട്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഞാൻ സിസ്റ്റർ പാവനയ്ക്കും അതുപോലെ തന്നെ സിസ്റ്റർ ഗ്ലോറിക്കും അധ്യാപക കൂട്ടായ്മയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് എൻ്റെ സ്കൂളിൽ നിന്ന് എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ചേർത്ത് പിടിച്ച് ആക്ഷൻ സിനിമയിലൂടെയും ഡാൻസിലൂടെയും ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് മലയാളം സിനിമയിലാണ്. ഇതിനെല്ലാം എന്നെ പ്രാപ്തിയാക്കിയതും എന്നെ ചേർത്ത് നിർത്തിയതും ഞാൻ ഈ പറയുന്ന എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ്. ഹോളി ഫാമിലി സ്കൂളെന്നല്ല, ഈ പറയുന്ന സിസ്റ്റേഴ്സും ടീച്ചേഴ്സും നമുക്ക് തരുന്ന സപ്പോർട്ട്, നമ്മുടെ പാരൻസും നമുക്ക് തരുന്ന സപ്പോർട്ട്, ഇതിന് മേലേക്കൊരു സപ്പോർട്ട് നമുക്ക് സ്കൂൾ ലൈഫിൽ കിട്ടാനില്ല. ആ സമയത്ത് നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ ഒരു ദിവസം ഇവിടെയുള്ള ഏതൊരു കുട്ടിക്കും ഇതുപോലെ ടീച്ചേഴ്സിന്റെ അഭിമാനമായി ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകമായി പറയുകയാണെങ്കിൽ ഞാനും ഈ വിദ്യാലയത്തിലൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1 മുതൽ 4 വരെ, 85 മുതൽ 89, 1985 കാലഘട്ടം മുതൽ 89 വരെ ഞാനും ഈ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു. ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ സാധിച്ചത്, അതുപോലെ തന്നെ ഇവിടെ എന്നെ ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തിയതൊക്കെ സർവേശ്വരൻ്റെ ശക്തമായ കരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിച്ച ഹോളി ഫാമിലി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ ജെസിൻ തെരേസ്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡിവിഷൻ കൗൺസിലർ ആദരണീയായ അഡ്വക്കേറ്റ് സുബി ബാബു എന്നിവർക്ക് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് യാത്രയയപ്പ് സമ്മേളനം നടക്കുന്ന ഈ വേദി തന്നെയാണ് 1988 ജോലിയിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ ക്ലാസ് മുറിയും എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷം നൽകുന്നു. നീണ്ട 38 വർഷം എന്നെ കരം പിടിച്ച് നടത്തിയ പരമകാരുണ്യത്തിന് നന്ദി. ഹോളി ഫാമിലി വിദ്യാലയങ്ങളിൽ അധ്യാപികയാകാൻ എനിക്ക് കാരണമായത് എൻ്റെ ഇളയപ്പൻ റവറൻഡ് ഫാദർ ജോർജ് കണ്ണാത്തച്ഛനോടുള്ള ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ സ്നേഹവും ബഹുമാനവും ആത്മീയ ബന്ധവുമാണെന്ന് ഞാൻ ഓർക്കുന്നു. സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്മരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവർ പകർന്നു നൽകിയ സ്നേഹവും കരുതലും
ആവോളം എന്നിലൂടെ കടന്നുപോയ ഓരോ കുഞ്ഞു മക്കൾക്കും പകർന്നു നൽകാൻ സാധിച്ചതിൽ ഞാൻ ഈ നിമിഷം അഭിമാനിക്കുന്നു. എൻ്റെ പ്രൊഫഷൻ ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും ഈ സ്കൂളിൽ നിന്ന് തന്നെ എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും വർഷം ഹോളി ഫാമിലി സാഗരത്തിലായിരിക്കുമ്പോൾ ഒരുപാട് വ്യക്തികളോട് നന്ദിയും കടപ്പാടും ഉണ്ട്. ആദ്യം സ്നേഹസമ്പന്നനായ ദൈവം ആയുസ്സും ആരോഗ്യവും നൽകി അർഹത നോക്കാതെ ചോദിച്ചതിലധികം നൽകി അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി. എനിക്ക് ജോലിക്ക് അവസരം തന്ന ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ മാനേജ്മെൻറ്റിനോട്, പ്രത്യേകിച്ച് അന്നത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മരിയയോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയട്ടെ. എന്നെ വളരെ സർവശക്തനായ ദൈവത്തിന് ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ പിൽക്കാലത്തിൽ സംഘടിപ്പിച്ച